ഹലോ, നമസ്കാരം. ആക്ച്വലി ഇത്തവണ ഞാൻ വന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഈ കാണുന്നതൊക്കെ. ഭയങ്കര ഭംഗിയുള്ള എയർപോർട്ട്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇത് ഞാൻ അകത്ത് കയറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ബാംഗ്ലൂർ വഴി ആദ്യമായിട്ട് വരുന്നവരൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക. ഒരു വണ്ടിയിൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ, എന്തിനാ, ഏതാ, എന്തുവാ, ഒരുപാട് ക്വസ്റ്റ്യൻസ്. പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം 1-2 സ്നാക്സൊക്കെ കൊണ്ടുവന്നു, അതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നുള്ളതൊക്കെയാണ് ഫോട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഫ്ലൈറ്റിൽ കയറി എല്ലാവരും ഇരുന്നൊക്കെ കഴിഞ്ഞ് ഞാൻ 2 പേർക്ക് നടുവിലായിരുന്നു ഇരുന്നത്. ശ്വാസം മുട്ടി അങ്ങനെയൊക്കെ വരുന്നു. അതും 1-2 മണിക്കൂറോ 10 മണിക്കൂർ രാത്രിയിലൊക്കെ ഇതായിരുന്നു പരിപാടി. ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയത്തില്ല, എനിക്കെന്തോ മനസ്സിലാവുന്നതാണ്. ഞാൻ ആ സ്ക്രീനിൽ എല്ലാവരും സിനിമയൊക്കെ നോക്കിയിരിക്കുന്നു, ഞാൻ കുത്തിയിരുന്ന ആ മാപ്പ്, ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അബുദാബിയുടെയൊക്കെ മുകളിലൂടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കാം, കർത്താവേ ഇവിടെങ്ങാണായിരുന്നു ജോലിയെങ്കിൽ ഇവിടെങ്ങാനും ഇറങ്ങായിരുന്നു എന്ന്. എന്നാലും ഇങ്ങനെ നീങ്ങി ഒരു ഭാഗത്തുനിന്ന് ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ പോകണ്ടായോ എൻ്റെ പൊന്നേ. ഞാനിതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയോ ഓരോ മണിക്കൂറിലും കണ്ണ് തുറന്ന് അവസാനം ജർമ്മനി എത്താറായപ്പോഴത്തേക്കുള്ള ലാസ്റ്റ് 1 അവറിലുള്ള വീഡിയോ ഇത്. അങ്ങനെ ഒരു ആശ്വാസം സമാധാനമൊക്കെ ആയി. രാവിലെ 6 മണിക്ക് അവർ വെറ്റ് വൈബ്സൊക്കെ ആയിട്ട് വന്നു. നമ്മുടെ ക്രൂ അവരെ ആൾക്കാരെല്ലാം കൊണ്ടു തന്ന് ഫേസൊക്കെ വൈപ്പ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷായി ഉണന്നു. ഓരോ മണിക്കൂറിലും ചാടി എഴുന്നേക്കും, നോക്കും. പിന്നെ കുറേ നേരം ഇടയ്ക്ക് കൂടുതലും ഞാൻ മാപ്പ് നോക്കി അതുകൊണ്ടൊക്കെ പഠിച്ചിരിക്കുകയായിരുന്നു. എന്തുവാണ് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞതാണ്, നമ്മൾ എത്താറൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സ്നോഫോളൊക്കെ ആയിരുന്നു, -3, -4 ആയിരുന്നു. അങ്ങനെ എനിക്ക് പക്ഷേ സ്നോ ഒന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ വലുതായിട്ട് നല്ല കണ്ടില്ലെന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. പിന്നെ എയർപോർട്ടിനകത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ അവസാനം കണ്ടുപിടിച്ച് നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സീലൊക്കെ അടിച്ച്, ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് ഓരോന്ന് പോകുന്നവരുടെ പുറകെ അങ്ങ് പോവുക, എന്നിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുക. അവസാനം നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് 10:10 ഉള്ളൂ എന്നുള്ളത് 10:10 അല്ല 11:10 അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവസാനം എന്താണ്ട് അവിടുത്തെ പരിപാടി, ലുഫ്താൻസയുടെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ മാൾട്ടയിൽ എത്തി.